ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഹോട്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറാൻ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് അടിച്ചിട്ടതായിരുന്നു. ഇതിനെ സംബന്ധിച്ച് പല കോൺസ്പിറൻസി തിയറികൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഇറാൻ എങ്ങനെ ഒരു അമേരിക്കൻ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിനെ ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ചൊരു പ്രോബിലിറ്റി ചെക്ക് നമുക്ക് നടത്താമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെക്കുകയാണെങ്കിൽ ഈ ചാനലിൽ വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ മോഡേൺ വാർഫെയറിൽ പ്രധാനമായി രണ്ട് തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങളാണ്, അല്ലെങ്കിൽ എയർ ഡിഫൻസ് മിസൈലുകളാണുള്ളത്. അതായത് റഡാർ ഗൈഡഡ് മിസൈലുകളുണ്ട്, ഹീറ്റ് സീക്കിംഗ് മിസൈലുകളുണ്ട്. ഈ അമേരിക്കയുടെ കൈവശമുള്ള F-35 ഒരു പ്രത്യേകത, അവയ്ക്ക് വളരെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശത്രുരാജ്യത്തിന്റെ റഡാറിൽ നിന്ന് ഒളിഞ്ഞിരിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷേ ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് ഒരു പോരായ്മയുണ്ട്. ഈ വിമാനങ്ങൾക്ക് ഹീറ്റ് സീക്കിംഗ് മിസൈലുകളിൽ നിന്ന് പൂർണ്ണമായി മറഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈറ്റർ ജെറ്റുകൾ സ്റ്റെൽത്ത് ഒക്കെ തന്നെയാണ്, പക്ഷേ ഇത്തരത്തിലൊരു കുറവ് ഫൈറ്റർ ജെറ്റുകൾക്കുണ്ട്. ഇത് മനസ്സിലാക്കി ഇറാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ F-35 ഹിറ്റ് ചെയ്യുവാൻ ഹീറ്റ് ഗൈഡഡ് മിസൈലുകളാണ് ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്നത്. റഡാറുകളെ കബളിപ്പിക്കാനായിട്ട് നിർമ്മിച്ചിട്ടുള്ളതായതിനാൽ അമേരിക്കയുടെ F-35ന്റെ റഡാർ സിഗ്നേച്ചർ വളരെ ചെറുതാണ്. നമുക്കറിയാം, സാധാരണ റഡാറുകൾക്ക് ഈ ഫൈറ്റർ ജെറ്റിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചെന്ന് വന്നാലും ഇതിന്റെ വലിപ്പം വളരെ കുറവായത് കാരണം ഇതൊരു പക്ഷി അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന പോലെ റഡാറുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്രയും ചെറുതാണ്. കാരണം അത്രയും ചെറുതാണ് F-35കളുടെ റഡാർ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവയ്ക്ക് റഡാറുകളെ എളുപ്പത്തിൽ കബളിപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ F-35 അമേരിക്കയുടെ പ്രസ്റ്റീജ് ഫൈറ്റർ ജെറ്റാണ്. അതുകൊണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എഞ്ചിനാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് പ്രാറ്റ് ആൻഡ് വിറ്റ്നെ F-135 എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ എഞ്ചിനുകളിൽ ഒന്നായതിനാൽ തന്നെ ഈ എഞ്ചിനുകൾക്ക് വലിയ തോതിൽ എനർജി പുറപ്പെടുവിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വലിയ തോതിൽ എനർജി എഞ്ചിൻ പുറപ്പെടുവിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ വലിയ തോതിൽ ഹീറ്റ് എഞ്ചിൻ പുറത്തേക്ക് വിടും. ഇനി ഗൈസ്, ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ന് ലോകത്തിൽ വാർ ടെക്നോളജി എന്ന് പറയുന്നത് അത് കീപ് ഇവോൾവിംഗ് ആണ്. റഡാറിന് പകരം ഇന്നത്തെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക്, അതായത് IRST എന്ന് പറയും, ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ അവരുടെ റഡാറുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിച്ചാലുള്ള ഗുണം എന്നത് അവ ആകാശത്തിൽ വരുന്ന ചൂടിന്റെ വ്യത്യാസങ്ങൾ കണ്ടെത്തും, അവയെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് IRST ഉപയോഗിക്കുന്ന റഡാറുകൾക്ക് F-35 നിന്ന് വരുന്ന ചൂടിന് എളുപ്പത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും. IRST സിസ്റ്റങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന കാരണം ഫൈറ്റർ ജെറ്റുകൾക്ക് റഡാറിൽ നിന്ന് സാധാരണ തിരിച്ചു കിട്ടുന്ന സിഗ്നലുകൾ തിരിച്ചു ലഭിക്കില്ല. അതുകൊണ്ട് F-35 പറത്തിയ പൈലറ്റിന് ഇറാന്റെ റഡാറിൽ നിന്ന് ഇത്തവണ തിരിച്ചു കിട്ടേണ്ടുന്ന ലോക്കിംഗ് അലർട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്കിവിടെ കരുതാൻ. ഇനി ഒരു ഹീറ്റ് സീക്കിംഗ് മിസൈൽ F-35 ടാർജറ്റ് ലോക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് ഇങ്ങനത്തെ കൊടുക്കുന്ന മിസൈലുകൾ F-35 ഫൈറ്റർ ജെറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എഞ്ചിന്റെ ചൂട് പിടിച്ചെടുക്കും. എന്നാൽ F-35 ഫൈറ്റർ ജെറ്റുകൾക്ക് ഒരു പ്രത്യേക സംവിധാനം ആ ഫൈറ്റർ ജെറ്റിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് ആ ടെക്നോളജി ഡിസ്റ്റർബഡ് അപ്പർച്ചർ സിസ്റ്റം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ സിസ്റ്റത്തിന് 6 ഇൻഫ്രാറെഡ് ക്യാമറകൾ ഉപയോഗിച്ചിട്ട് 360 ഡിഗ്രിയിൽ വിഷ്വൽ കവറേജ് വിമാനത്തിനുള്ളിൽ ഇരിക്കുന്ന പൈലറ്റിലേക്ക് കൊടുക്കുവാൻ സാധിക്കും. ഈ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ മിസൈൽ വരുന്നത് ഉടനെ പൈലറ്റിന് ജെറ്റിലിരുന്നിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനനുസരിച്ച് തിരിച്ച് ആക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൈലറ്റ് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈലറ്റ് ഇത്തരത്തിലൊരു മെസ്സേജ് ലഭിച്ചാൽ പൈലറ്റ് ഉടനെ തന്നെ വിമാനത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫ്ലയറുകളെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ഈ ഫ്ലയറുകൾ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു മിസൈലാണ്. മിസൈലിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വസ്തുക്കളാണ്. അതായത് വളരെ ഉയർന്ന ചൂടിൽ കത്തുന്ന ചെറിയ ഡീകോയികൾ എന്നൊക്കെ ഇതിനെ വിളിക്കാം. ഇത്തരത്തിലുള്ള ഫ്ലയറുകൾ എല്ലാ ജെറ്റുകളിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ഇവിടെ ലക്ഷ്യം മിസൈലിനെ തെറ്റിദ്ധരിപ്പിക്കലാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, മിസൈൽ വളരെ ഫൈറ്റർ ജെറ്റിന് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫൈറ്റർ ജെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫ്ലയറുകളുടെ ഫ്യൂസ് ഫൈറ്റർ ജെറ്റിന്റെ ഉള്ളിലിരുന്ന് ഓട്ടോമാറ്റിക്കായി പൊട്ടിത്തെറിക്കുകയും അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കാൻ ശത്രുരാജ്യത്തിന്റെ മിസൈലുകൾ പൂർണ്ണമായും F-35 എന്ന ഫൈറ്റർ ജെറ്റിനെ തട്ടണമെന്നില്ല. ഇനി F-35നെ ഹിറ്റ് ചെയ്യാനായിട്ട് ഇറാൻ ഉപയോഗിച്ച ഇറാന്റെ രഹസ്യ ആയുധം എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇറാന് പറയപ്പെടുന്നത് 358 എന്ന പ്രത്യേകതരം മിസൈൽ ഉണ്ട്. ഇത് ശരിക്കും ഒരു മിസൈലും ഡ്രോണും തമ്മിൽ ഹൈബ്രിഡ് ആയിട്ട് ഉള്ള ഒരു ടെക്നോളജിയാണ്. ഇവ നിലത്ത് നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി ടാർജറ്റിലേക്ക് ഹിറ്റ് ചെയ്യുന്നതിന് പകരം ഇവ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആകാശത്തേക്ക് വരികയും ആകാശത്ത് തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഒരു ടാർജറ്റ് കണ്ടു കഴിഞ്ഞാൽ അവയെ പെട്ടെന്ന് പോയി ഹിറ്റ് ചെയ്യുകയും ബ്ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും.
അപ്പോൾ ഈ മിസൈലുകൾ IRST നെറ്റ്വർക്കിനൊപ്പം പ്രവർത്തിച്ചാൽ F-35 പൂർണ്ണമായും ഇൻഫ്രാറെഡ് വഴി ലക്ഷ്യമിടാൻ കഴിയും. ഇത്തരത്തിൽ പ്രവർത്തിച്ച ഒരു മിസൈലാണ് അമേരിക്കയുടെ F-35 എന്ന വിമാനത്തെ ഹിറ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ ഡീറ്റെയിലുകൾ കൂടുതൽ പുറത്തേക്ക് വരാനുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. എന്നാൽ അമേരിക്ക എന്താണ് അവകാശപ്പെടുന്നത്? അവർ അവകാശപ്പെടുന്നത് ഈ മിസൈൽ ഹിറ്റ് ചെയ്തിട്ടില്ല എന്നും പകരം ഫൈറ്റർ ജെറ്റുകൾക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഫ്ലയറുകൾ കത്തുപിടിച്ചത് കാരണം ഫൈറ്റർ ജെറ്റ് ഇമ്മീഡിയറ്റ് ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. അതുവഴി ഫൈറ്റർ ജെറ്റ് സുരക്ഷിതമാണ്, അവരുടെ പൈലറ്റും സുരക്ഷിതമാണെന്നാണ് അമേരിക്ക ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്തായാലും ജെറ്റ് ടോട്ടൽ ലോസ് ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ F-35 ഇതുവരെ ഒരു രാജ്യങ്ങളും ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് അല്ല. എന്തായാലും ഇറാൻ ഇത്തവണ ഈ ഫൈറ്റർ ജെറ്റിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു നേട്ടമായിട്ട് തന്നെ ഈ യുദ്ധത്തിൽ എന്തായാലും എടുത്തു പറയേണ്ടി വരും. കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ F-16 നമ്മൾ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഒരു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊന്നും അത് സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ ഇറാൻ ഹിറ്റ് ചെയ്തെങ്കിൽ കൂടെയും അത് എന്തായാലും വെസ്റ്റേൺ മീഡിയസും അമേരിക്കയും സമ്മതിക്കാനായിട്ട് പോണില്ല. അവർ പറയും അല്ലറയിലുള്ള കേടുപാടുകളൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെങ്ങനെയെങ്കിലും മറച്ചു പിടിക്കാനായിരിക്കും ശ്രമിക്കുക. എന്താണെങ്കിലും ഒരു ഹിറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ടോട്ടൽ ലോസിലേക്ക് പോയിട്ടില്ല. ഗൈസ്, എന്തായാലും ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം. അപ്പോൾ അടുത്ത നല്ലൊരു കണ്ടന്റുമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ്.